സർ, ലോക നേതാക്കളിൽ ഒന്നാമനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറുകയാണ്. ഇപ്പോൾ ഇതാ ഒരു സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നു. ആ സർവേ ഫലത്തിൽ അവർ പറയുന്നത് ട്രംപിനേക്കാൾ കൂടുതൽ ലോകത്ത് ജനപ്രീതിയുള്ള നേതാവ് മോദിയാണ് എന്നാണ്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകരാജ്യത്തെ മിക്ക ജനങ്ങൾക്കിടയിലും അല്ലെങ്കിൽ മറ്റു നേതാക്കൾക്കിടയിലും ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള നേതാവായി മോദി മാറുക. എങ്ങനെ വിലയിരുത്താം? ലോക നേതാക്കൾക്ക് ഇടയിൽ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് പ്രകാരം ഇതേ സർവേ റിപ്പോർട്ട് കഴിഞ്ഞ വർഷവും പ്രഖ്യാപിച്ചപ്പോൾ അന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയായിരുന്നു ഒന്നാമതായി നിലകൊണ്ടത്. അന്നത്തെ ആ റിപ്പോർട്ട് കാണിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് 75% സപ്പോർട്ട് അന്ന് ആ റിപ്പോർട്ടിൽ കാണുന്നുണ്ട്. പക്ഷേ ഈ വർഷം വീണ്ടും, അതായത് മാർച്ച് 2 മുതൽ ഒരാഴ്ചത്തെ വിവരശേഖരണത്തിന്റെ ശതമാനത്തിൽ നിന്നാണ് ഈ സ്ഥാനം പ്രഖ്യാപിക്കുന്നത്. ഈ പ്രാവശ്യം നരേന്ദ്രമോദിക്ക് വീണ്ടും ഒന്നാം സ്ഥാനം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ കഴിഞ്ഞ വർഷം കിട്ടിയ 75% എന്നുള്ളത് ഈ വർഷം 68% കുറഞ്ഞിട്ടുണ്ട് എന്നൊരു സത്യം കൂടി വിളിച്ചു പറയാം നമുക്ക്. എന്നാൽ പോലും അദ്ദേഹം തന്നെയാണ് ഇന്നും ഒന്നാമതായി നിലനിൽക്കുന്നത്. രണ്ടാമതായി വന്നിരിക്കുന്നത് സ്വിറ്റ്സർലാൻഡിന്റെ പ്രധാനമന്ത്രി ആണ് രണ്ടാമതായി വന്നിരിക്കുന്നത്. മൂന്നാമതായി വന്നിരിക്കുന്നത് ദക്ഷിണ കൊറിയയുടെ നേതാവാണ്. അപ്പൊ ഈ സർവേ ചെയ്യുന്നത് അമേരിക്ക US ബേസ്ഡ് മോർണിംഗ് കൺസൾട്ടന്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ സർവേ നടത്തുന്നത്. ആ സർവേയിൽ മോദിയുടെ അനുകൂലിച്ചവരുടെ ശതമാനം 68%. 26% പേർ എതിർത്തുന്നു, അതായത് വിയോജിപ്പ് രേഖപ്പെടുത്തിയവരും 6% പേർ അഭിപ്രായം ഒന്നും പറയാത്തവരുമാണ് മോദിയുടെ കേസിൽ വന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം നരേന്ദ്രമോദിക്ക് 75% സപ്പോർട്ടേഴ്സാണ് ഉണ്ടായിരുന്നത്. എന്നാലും 7% കുറവ് രേഖപ്പെടുത്തിയെങ്കിലും ഒന്നാമതായി നരേന്ദ്രമോദി തന്നെ നിലനിന്നു എന്നുള്ളതാണ് അതിന്റെ സത്യം. പിന്നെ രണ്ടാമതായി വന്നിരിക്കുന്നത് സ്വിറ്റ്സർലാൻഡ് പ്രസിഡന്റ് ഗൈ പാർമേലിൻ രണ്ടാം സ്ഥാനമാക്കി. അദ്ദേഹത്തിന് 63% ആളുകളുടെ സപ്പോർട്ടോടു കൂടിയാണ് അദ്ദേഹത്തിന് ഈ രണ്ടാം സ്ഥാനം കിട്ടിയത്. മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് ആണ്. അദ്ദേഹത്തിന് 62% ആളുകളുടെ സപ്പോർട്ട് കിട്ടി. 30% ആളുകൾ അദ്ദേഹത്തെ എതിർത്തു. 8% ആൾക്കാർ ഒരു അഭിപ്രായവും പറഞ്ഞില്ല. അങ്ങനെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മൂന്നാം സ്ഥാനത്തെത്തി. അതേസമയം കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ എന്നിവർക്ക് സർവേ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. ഈ സർവേയുടെ ഫലമായിട്ട് കാനേഡിയൻ പ്രസിഡന്റ് 7ാം സ്ഥാനത്തേക്ക് പോയി. കഴിഞ്ഞ കൊല്ലം മുന്നിൽ നിന്ന ആളാണ്. അതേമാതിരി US പ്രസിഡന്റും 39% അംഗീകാരമേ, അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ആൾമോസ്റ്റ് 70% സപ്പോർട്ട് കിട്ടുമ്പോ ഡൊണാൾഡ് ട്രംപിന് വെറും 35% സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളൂ എന്നുള്ള നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ അതിനുള്ള സാഹചര്യം ചിലപ്പോ ഈ US ഇറാൻ യുദ്ധമായിരിക്കാം എന്നുകൂടി നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, അദ്ദേഹം 17% സപ്പോർട്ട് കിട്ടി ഏറ്റവും താഴെ ലെവലിലേക്ക് പോയി. അദ്ദേഹം തന്നെയാണ്, ഈ ഫ്രഞ്ച് പ്രസിഡന്റ് തന്നെയാണ് ഇപ്പോ നാറ്റോയിൽ ഇരുന്നു കൊണ്ട് ട്രംപിനെ സപ്പോർട്ട് ചെയ്യാതെ എന്തു ചെയ്യാനോ അറിയാതെ ഇരിക്കുന്ന ഒരു ലോക നേതാവ്. ഇനി ഇതിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡിജിറ്റൽ ലോകത്ത്, അതായത് ഈ സർവേ വന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി 1ാം സ്ഥാനത്ത് വന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 2ാം സ്ഥാനത്ത് സ്വിറ്റ്സർലാൻഡ് നേതാവ് വന്നു, 3ാം സ്ഥാനത്ത് ദക്ഷിണ കൊറിയയുടെ നേതാവ് വന്നു. ഒക്കെ ആണെങ്കിലും ഇവിടെ ഡിജിറ്റൽ ലോകത്ത്, അതാണ് ഇന്നത്തെ പ്രധാന സംഭവമാണല്ലോ ഡിജിറ്റൽ ലോകം. ഈ
ഡിജിറ്റൽ ലോകത്ത് ഏറ്റവും സജീവമായി ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ലോക നേതാവ്, അതായത് 100% കൂടുതൽ ആയിട്ട്, 100%ആണല്ലോ മാക്സിമം, അതിനും കൂടുതലായിട്ട് സപ്പോർട്ടോടുകൂടി നിൽക്കുന്ന ലോകത്തിലെ നമ്പർ 1 നേതാവ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് അഭിമാനിക്കാം. കാരണം വേറെ ഒരു ലോക നേതാവിനും ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് ആ ഡിജിറ്റൽ ലോകത്ത് ഇല്ല എന്ന് നമുക്കാക്കാം. അതായത് ഡിജിറ്റൽ ലോകം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ തുടങ്ങിയ ഓരോ ഈ അക്കൗണ്ടുകൾ എടുത്തു നോക്കിയാലും അതിലൊക്കെ തന്നെ ഏതൊരു ലോക നേതാവിനെക്കാട്ടിയും വളരെ മുന്നിൽ നിൽക്കുന്ന ലോക നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. 100% സപ്പോർട്ടോടുകൂടി, അതായത് മൂപ്പരുടെ ഇന്ന് 100 മില്യൺ എബോ ആണ് നരേന്ദ്രമോദിയുടെ ഫോളോവേഴ്സ് എന്നാണ് അവരുടെ കണക്കുകൾ പറയുന്നത്. അപ്പോ ഇന്ത്യയുടെ നേതാവായ നമ്മുടെ പ്രധാനമന്ത്രി എത്രയോ ജനാധിപത്യ രാജ്യങ്ങളിലെ മുന്നിൽ നിൽക്കുന്ന നേതാക്കളുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, അതായത് ഡിജിറ്റൽ ലോകത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വലിയ നേതാവായി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് അഹങ്കരിക്കാം, അഭിമാനിക്കാം എന്ന് എല്ലാവരും മനസ്സിലാക്കുക. എന്തൊക്കെ തന്നെ ആയാലും ഇന്നത്തെ ഈ സർവേ റിപ്പോർട്ടുകൾ കാണിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് തന്നെയാണ് 1ാം സ്ഥാനം എന്നതിന് യാതൊരു സംശയവും വേണ്ട. യെസ്, ലോക നേതാവായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറുമോ എന്നുള്ളതാണ്. അത്തരത്തിലുള്ള സർവേ ഫല റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. US ആസ്ഥാനമായുള്ള കമ്പനിയാണ് ഈ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനേക്കാൾ എത്രയോ മുകളിലാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകുന്ന സ്ഥാനം എന്ന് വളരെ വളരെ വ്യക്തം. താങ്ക് യു ജയശങ്കർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.